ഇടതുമുന്നണി ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് വന്നിരുന്നത് കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിംഗ് നടക്കുകയാണ്. പല സ്ഥലങ്ങളിലും രാത്രികാലങ്ങളിലും പകൽ സമയങ്ങളിലും കറണ്ടില്ല. അവരെ ഫോൺ ചെയ്ത് ചോദിച്ചാൽ പോലും ആരും വന്ന് നന്നാക്കുന്നില്ല. അപ്പൊ അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിംഗ് കേരളത്തിൽ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. ജനങ്ങൾ ചുട്ടുപൊള്ളുകയാണ്. ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും കയ്യും കണക്കുമില്ല. അപ്പൊ LDF ഗവൺമെന്റിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്ന് ഇതിലൂടെ തെളിയിക്കുകയുണ്ടായി. എല്ലാ സ്ഥലങ്ങളിലും എഴുതി വെച്ചിരുന്നു ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷമെന്ന്. ഇപ്പൊ അത് വെറും പൊള്ളയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 2-3 കാര്യങ്ങൾ എനിക്ക് പറയാം. ഒന്ന്, ചൂട് കൂടുന്നതോടുകൂടി പല സ്ഥലങ്ങളിലും പാമ്പുകടി വ്യാപകമായിരിക്കുകയാണ്. കുട്ടികൾക്ക് ആണ് കൂടുതലും പാമ്പുകടി ഏൽത്തുകൊണ്ടിരിക്കുന്നത്. അത് പല സ്ഥലത്തും ചെന്നാൽ ആന്റിവെനിൻ കിട്ടാനില്ല, ചികിത്സ കിട്ടാനില്ല എന്നുള്ള പരാതി സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. അപ്പൊ ഇതിന് അടിയന്തരമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. പ്രത്യേകിച്ച് ഈ ആശുപത്രികളിൽ ഈ പാമ്പുകടി ഏറ്റുന്ന ആളുകൾക്ക് ആന്റിവെനിൻ കൊടുക്കാനും മറ്റ് ചികിത്സാ സംവിധാനം ഏർപ്പെടുത്താനും നടപടി ഉണ്ടാകണം. പല സ്ഥലങ്ങളിലും ഈ ചൂട് കൂടുന്നതോടുകൂടി പണ്ടൊക്കെ എല്ലായിടത്തും ഗവൺമെന്റ് തന്നെ ശുദ്ധജലം കൊടുക്കാനുള്ള നടപടികളൊക്കെ ഉണ്ടാകുമായിരുന്നു, തണ്ണീർപ്പന്തലുകൾ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ ഇതൊന്നുമില്ല, ആരും കേൾക്കാനും കാണാനും ഇല്ലാത്ത അവസ്ഥയിലാണ്. സ്ഥിതി വളരെ ഗുരുതരമാണ്. ജനങ്ങൾ വളരെയേറെ കുടിവെള്ളം കിട്ടാതെയും കറണ്ടില്ലാതെയും ഒക്കെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഈ പൊട്ടിമുളച്ചവരല്ല എന്ന എല്ലാ വേദിയിലും ഓർമ്മപ്പെടുത്തേണ്ട ഒരു സാഹചര്യമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ അടക്കം അല്ല, അത് വേറെ രീതി പറഞ്ഞു. നേതാക്കൾ പൊട്ടിമുളച്ചവരല്ല സോഷ്യൽ മീഡിയയിലൂടെ ഒരു പരാമർശവും നടത്തരുതെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തിന് ഞാൻ തയ്യാറാണ്. താങ്കൾ അടക്കം ഇങ്ങനെ പൊട്ടിമുളച്ചവരല്ല, ഞങ്ങൾ പാരമ്പര്യം കേശുവിന്റെ ചരിത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ഒരു കാര്യം പോലെ കേശുവിന്റെ പറഞ്ഞ VM സുധീരൻ പറഞ്ഞതുകൊണ്ട് അതിന് ബാക്കിയായിട്ട് പറഞ്ഞു. KPCC പ്രസിഡന്റ് അത്തരത്തിലുള്ള എല്ലാ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഉൾപ്പെടെയുള്ള ഇതെല്ലാം വിലക്കിയിട്ടുണ്ട്. അപ്പം ഞാനും അത് ആ വിലക്ക് മാനിക്കേണ്ട ആളാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള പരാമർശവും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയിട്ടില്ല. നേരത്തെ നടത്തിയിട്ടില്ല, ഇപ്പോഴും നടത്തുന്നില്ല, അത് നടത്താൻ പാടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.